ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. ലേസ് ചട്ടയിലേക്ക് അടച്ച് ചേർത്തുണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റഡാണത്. ഇതുപോലെയുള്ള ചട്ട പീസുകളിലേക്കാണ് അടിച്ച് ചേർത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ്. ഇവിടെ വൈറ്റ് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെയ്യുമ്പോൾ ശരിക്കും ഗ്രീൻ കളർ ത്രെഡ് തന്നെ ഉപയോഗിക്കണം. 4 സൈഡ്സും സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കണം. അതുപോലെ ബാക്കും നല്ലോണം ഉറപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡും കവർ ചെയ്യണ വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ബാക്ക് സൈഡ് കണ്ടു, ബാക്ക് സൈഡും നമ്മൾ നല്ലോണം കവർ ചെയ്യണം. അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളൊരു കമ്മലാണ്. അപ്പോൾ പിന്നെ വേറെ ഡിസൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ഡിസൈനും ഇതിൽ തന്നെ ഉണ്ട്. ലേസാണ്, കുറച്ച് വീതിയുള്ള ലേസ് വാങ്ങിയാൽ മതി. 1.5 ഇഞ്ച് 2 ഇഞ്ചിൻ്റെയൊക്കെ ലേസ് വാങ്ങിയ 3 ഇഞ്ച് വരെ വീതിയുള്ള ലേസ് ഉപയോഗിച്ച് നമുക്കിതുപോലെയുള്ള സ്റ്റഡ്സ് ഉണ്ടാക്കാം. സ്റ്റിച്ചിങ് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതേ വലിപ്പത്തിൽ തന്നെ ഇതുപോലെ ചട്ടകൾ കട്ട് ചെയ്തെടുക്കണം, നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ. എന്നിട്ട് അതിലേക്ക് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം കളർ ത്രെഡ് വേണം യൂസ് ചെയ്യാൻ. 4 സൈഡ്സിലും സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യണം. ഓർഡിനറി സ്റ്റിച്ചിങ് മെഷീനിൽ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ക്ലോത്തിന് കട്ടി കൂടുതലാണെങ്കിൽ കട്ടി കുറഞ്ഞ ചട്ടയാണ് എടുക്കേണ്ടത്.